ദൃശ്യം 3 കണ്ട് വല്ലാത്തൊരു പടം. ഇനി എങ്ങാനും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെല്ലാവരും എന്നെ ഊക്കിക്കൊല്ലും. തൽക്കാലം മിണ്ടാതിരിക്കാം. എന്നാലും എനിക്ക് എന്തിന്റെ കടിയായിരുന്നു. 12 മണിക്ക് ഉറക്കമൊഴിച്ച് ഉള്ള മഴയെല്ലാം കൊണ്ട് മെഗാ സീരിയൽ കാണാൻ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു. സീരിയൽ കാണാനായിരുന്നെങ്കിൽ ഞാൻ ഏഷ്യനെറ്റിൽ ഇരുന്നും കണ്ടേനല്ലോ. കാശും കൊടുത്തു പോയി കാണേണ്ട ആവശ്യമുണ്ടോ? എന്നാലും എന്താ ജിത്തു ജോസഫേ, നിങ്ങൾ ആ ദൃശ്യം 2 നല്ല രീതിക്ക് കൊണ്ട് അവസാനിപ്പിച്ചതല്ലേ? ദൃശ്യം 3 ആവശ്യം ഉണ്ടായിരുന്നു. ഇനി ഇതിനൊരു പാർട്ട് കൂടെ ഉണ്ട് അല്ലേ? ഇതിനൊരു അവസാനം ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിന്റെ ഒരു ഇന്റർവെൽ ബ്ലോക്ക് ഉണ്ട്. പിന്നെ അങ്ങോട്ട് ചറ പറ ട്വിസ്റ്റുകളായിരുന്നു. എങ്കിലും ഒരു ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീത്തു ജോസഫ് തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വലിയ പ്രതീക്ഷ വെച്ച് പോകരുത്. അതുകൊണ്ട് ഒട്ടും പ്രതീക്ഷ ഇല്ലാതാണ് പോയത്. ഒരു പ്രതീക്ഷയില്ല, അത് നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞു. ഇനി ആരേലും എന്തെങ്കിലും കൊള്ളാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലൈമാക്സ് കൊള്ളാമെന്ന് പറയാം. സദ്യക്ക് കിട്ടിയ ചോറും കൂട്ടാനും വായി വെക്കാൻ കൊള്ളത്തില്ലെങ്കിലും പായസവും സേമിയയും അടിപൊളിയായിരുന്നു. പക്ഷെ അത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു കുഴഞ്ഞ പരുവായി. എങ്കിലും ആ ദൃശ്യം 2 ക്ലൈമാക്സിന്റെ 7 അയലത്ത് പോലും വരില്ലേ? നമ്മൾ ട്രെയിലറിൽ കണ്ട ഒരു ജേർണലിസ്റ്റ് പെണ്ണില്ലേ, അവർ ബക്കറ്റും പിടിച്ചോണ്ട് പോകുന്ന കണ്ടായിരുന്നു. പിന്നെ അവളെ കണ്ടില്ല, എവിടെ പോയതാവും.